JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. LDC 2024 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യന് ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു പരീക്ഷയാണ്. എല്ലാവരും ഒരു സാധാരണ പരീക്ഷ എഴുതുന്ന പോലെ തന്നെ പരീക്ഷ എഴുതുക. ഓരോരുത്തർക്കും ലഭിക്കുന്ന മാർക്ക് എത്രയാണ് എന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് പരീക്ഷയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഭവാനി, ഓപ്ഷൻ ബി പാമ്പാർ, ഓപ്ഷൻ സി കബനി, ഓപ്ഷൻ ഡി കുന്തിപ്പുഴ. ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കണ്ടുപിടിക്കുക. എല്ലാവരും ഉത്തരം എഴുതിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതാ ആൻസർ നോക്കാം അല്ലെ. ഏതാണ് ആൻസർ? കബനി നദിയിലാണ് അല്ലെ. ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും ശരി ഉത്തരമായിരുന്നോ അതോ തെറ്റാണോ? എല്ലാവർക്കും ശരിയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തിരുവിതാംകൂറില് അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? തിരുവിതാംകൂറില് അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? ഓപ്ഷൻ എ സ്വാതി തിരുനാൾ, ഓപ്ഷൻ ബി ഗൗരി ലക്ഷ്മി ഭായ്, ഓപ്ഷൻ സി ഗൗരി പാർവതി ഭായ്, ഓപ്ഷൻ ഡി ധർമ്മരാജ. തിരുവിതാംകൂറില് അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരായിരുന്നു? എല്ലാവരും ഉത്തരം എഴുതിക്കേ. ആരായിരുന്നു തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ആരായിരുന്നു? ഗൗരി ലക്ഷ്മി ഭായ് ആയിരുന്നു അല്ലെ. തിരുവിതാംകൂറില് അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഗൗരി ലക്ഷ്മി ഭായ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ശരി ഉത്തരമായിരുന്നോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലെ. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ഓപ്ഷൻ എ സേവന മേഖല, ഓപ്ഷൻ ബി പ്രാഥമിക മേഖല, ഓപ്ഷൻ സി ദ്വിതീയ മേഖല, ഓപ്ഷൻ ഡി തൃതീയ മേഖല. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? ഉത്തരം എല്ലാവരും എഴുതുക. ഏത് മേഖലയിലാണ്? ഉത്തരം എല്ലാവർക്കും അറിയാവോ? ഒന്ന് എഴുതിക്കേ, പെട്ടെന്ന് എഴുതണം കേട്ടോ. ആകെ നമുക്ക് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതാണ് ഉത്തരം? ദ്വിതീയ മേഖലയിലാണ് അല്ലെ. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ദ്വിതീയ മേഖല. അടുത്ത ക്വസ്റ്റ്യൻ. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഗവൺമെന്റിന്റെ സേവനങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഓപ്ഷൻ എ മന്ത്രിസഭ, ഓപ്ഷൻ ബി പഞ്ചായത്ത്, ഓപ്ഷൻ സി കോടതി, ഓപ്ഷൻ ഡി ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? എല്ലാരും ഒന്ന് ഓർത്ത് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോ. ആരിലൂടെയാണ് ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? നമുക്ക് നോക്കാം ഏതാ ശരി ഉത്തരം എന്ന്. ഏതാണ് ശരി ഉത്തരം? ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെന്റ് സേവനങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. അടുത്ത ക്വസ്റ്റ്യൻ. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? അമേരിക്കൻ കോളനികള് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? ഓപ്ഷൻ എ പാരീസ് ഉടമ്പടി, ഓപ്ഷൻ ബി മോസ്കോ ഉടമ്പടി, ഓപ്ഷൻ സി വേഴ്സായ് ഉടമ്പടി, ഓപ്ഷൻ ഡി ബോസ്റ്റൺ ഉടമ്പടി. അമേരിക്കൻ കോളനികള് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഓർത്ത് ആൻസർ ചെയ്യുക. പെട്ടെന്ന് ആൻസർ ചെയ്യുക. ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും കിട്ടിയോ? നമുക്ക് നോക്കാം ഏതാ ശരി ഉത്തരം എന്ന്. ഏതാണ് ശരി ഉത്തരം? പാരീസ് ഉടമ്പടി. അമേരിക്കൻ കോളനികള് ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്?
പാരീസ് ഉടമ്പടി. അടുത്ത ക്വസ്റ്റ്യൻ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ഡി രാജ്യസഭാ ഉപാധ്യക്ഷൻ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ആരാണ്? എല്ലാരും ഒന്ന് പെട്ടെന്ന് ഓർത്തേ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് അല്ലെ? ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ഏതാണ് ശരി ഉത്തരം? ലോക്സഭാ സ്പീക്കർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ലാഹോർ, ഓപ്ഷൻ ബി അമൃത്സർ, ഓപ്ഷൻ സി റാവൽപിണ്ടി, ഓപ്ഷൻ ഡി ഗുരുദാസ്പൂർ. എവിടെയാണ് ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? പെട്ടെന്ന് എഴുതണം കേട്ടോ. ഉത്തരം കിട്ടിയോ? ഏതാണ് ഉത്തരം? ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? ലാഹോറിലാണ് അല്ലെ? ലാഹോറിലാണ് ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ മലബാർ തീരം, ഓപ്ഷൻ ബി സിർക്കാർ തീരം, ഓപ്ഷൻ ഡി സി കോറമാണ്ടൽ തീരം, ഓപ്ഷൻ ഡി കൊങ്കൺ തീരം. പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഓർത്തേ. ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരമെന്ന്. ഏതാണ് ശരി ഉത്തരം? കൊങ്കൺ തീരമാണ് ശരി ഉത്തരം. പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയില് സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഇന്ത്യയില് സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ എ 2015 ഏപ്രിൽ 1, ഓപ്ഷൻ ബി 2015 ജനുവരി 1, ഓപ്ഷൻ സി 2015 ജൂലൈ 1, ഓപ്ഷൻ ഡി 2015 ഒക്ടോബർ 1. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് അല്ലെ? എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഇന്ത്യയില് സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1. 2015 ജനുവരി 1 ഇന്ത്യയില് സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം? നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം? ഓപ്ഷൻ എ മറാത്ത സാമ്രാജ്യം, ഓപ്ഷൻ ബി മുഗൾ സാമ്രാജ്യം, ഓപ്ഷൻ സി വിജയനഗര സാമ്രാജ്യം, ഓപ്ഷൻ ഡി ബാമിനി സാമ്രാജ്യം. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികള് പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ് ശരി ഉത്തരം? ഇച്ചിരി കട്ടിയായ ചോദ്യമാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. എന്നാലും പെട്ടെന്നൊന്ന് ആലോചിച്ച് എല്ലാവരും ആലോചിച്ച് ഉത്തരം കിട്ടിയോ എല്ലാവർക്കും? നമുക്ക് ഏതാണെന്ന് നോക്കാം അല്ലെ? ഏതാണ് ശരി ഉത്തരം? വിജയനഗര സാമ്രാജ്യം. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടരുന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? വിജയനഗര സാമ്രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഓപ്ഷൻ എ കിഴക്ക് പടിഞ്ഞാറ്, ഓപ്ഷൻ ബി തെക്ക് പടിഞ്ഞാറ്, ഓപ്ഷൻ സി വടക്ക് കിഴക്ക്, ഓപ്ഷൻ ഡി തെക്ക് വടക്ക്. പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇച്ചിരി പ്രയാസമുള്ള ഒരു ചോദ്യമാണ്, പക്ഷേ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നിങ്ങളിത് സാധാരണയായിട്ട് PSC പരീക്ഷയ്ക്ക്
എല്ലാം കാണുന്ന ഒരു ചോദ്യമാണ്. എല്ലാവർക്കും അത് കാരണം ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ് ശരി ഉത്തരം? തെക്ക് വടക്ക് അല്ലെ. ധരാതലീയ ഭൂപടങ്ങളിലെ നോർത്തിങ്സ് ഏതു ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? തെക്ക് വടക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ ഗവൺമെന്റ് ഓഫീസുകളില് ഇന്റർനെറ്റ് ഏർപ്പെടുത്തുന്നത്. ഓപ്ഷൻ ബി ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഓപ്ഷൻ സി മന്ത്രിമാർ ഇമെയിൽ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നത്. ഓപ്ഷൻ ഡി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നത്. ഈ ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും അറിയോ? പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോ. പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കുക. ഏതാണ് ശരി ഉത്തരം? ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഈ ഗവേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. താഴെ പറയുന്നവയില് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. ഓപ്ഷൻ എ ഹരിത വിപ്ലവം. ഓപ്ഷൻ ബി ഗരീബി ഘടാവോ. ഓപ്ഷൻ സി വ്യവസായവൽക്കരണം. ഓപ്ഷൻ ഡി പുത്തൻ സാമ്പത്തിക നയം. ഏതാണ് ശരി ഉത്തരം? താഴെ പറയുന്നതിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ് ശരി ഉത്തരം? എല്ലാവരും എഴുതിയോ? ഏതാണ് ശരി ഉത്തരം? ഹരിത വിപ്ലവം. താഴെ പറയുന്നവയില് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? ഹരിത വിപ്ലവം. അടുത്ത ക്വസ്റ്റ്യൻ. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? എല്ലാവർക്കും അറിയാവോ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 2304 അടി. ഓപ്ഷൻ ബി 2430 അടി. ഓപ്ഷൻ സി 2403 അടി. ഓപ്ഷൻ ഡി 2340 അടി. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഏതാണ് ശരി ഉത്തരം? എല്ലാവരും എഴുതിയോ? നമുക്ക് നോക്കാം ഏതാ ശരി ഉത്തരം എന്ന്. 2403 അടി. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? 2403 അടി. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ തലത്തിലെ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ദേശീയ തലത്തില് അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ഓപ്ഷൻ എ ഓംബുഡ്സ്മാൻ. ഓപ്ഷൻ ബി വിജിലൻസ് കമ്മീഷൻ. ഓപ്ഷൻ സി ലോകായുക്ത. ഓപ്ഷൻ ഡി ലോക്പാൽ. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. കാരണം വെച്ചാല് മോഹൻലാലിന്റെ ഒരു സിനിമ തന്നെ ഉണ്ടല്ലേ അതിനു വേണ്ടിയിട്ട്. ദേശീയ തലത്തില് അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ലോക്പാൽ അല്ലെ. ദേശീയ തലത്തില് അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ലോക്പാൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഖരം. ഓപ്ഷൻ ബി ദ്രാവകം. ഓപ്ഷൻ സി വാതകം. ഓപ്ഷൻ ഡി പ്ലാസ്മ. ഇച്ചിരി പ്രയാസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും കിട്ടിയോ? പെട്ടെന്ന് ഉത്തരം എഴുതണേ. ഏതാണ് ശരി ഉത്തരം? ഖരം. ഖരം അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഖരം അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പോക്സോ നിയമം കേരളത്തില് നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം കേരളത്തില് നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 2010. ഓപ്ഷൻ ബി 2011. ഓപ്ഷൻ സി 2012. ഓപ്ഷൻ ഡി 2013. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? എല്ലാവർക്കും അറിയാമോ? പെട്ടെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഏതാണ് ശരി ഉത്തരം? നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരം എന്ന്. 2012 ആണ് അല്ലെ. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? 2012. 2012ലാണ് പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ GST ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യയില് GST ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ എ ബീഹാർ. ഓപ്ഷൻ ബി കേരളം. ഓപ്ഷൻ സി ഒഡീഷ. ഓപ്ഷൻ ഡി ആസാം. ഏതാണ് ശരി ഉത്തരം? എല്ലാവരും കണ്ടുപിടിച്ചോ? പെട്ടെന്ന് ഉത്തരം എഴുതണം കേട്ടോ. ഏതാണ് ശരി ഉത്തരം?
ഇന്ത്യയിൽ GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം? നമുക്ക് ആൻസർ നോക്കാം. ഏതാണ് ശരി ഉത്തരം നോക്കാം. ആസാം ആണ് അല്ലെ. ഇന്ത്യയിൽ GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആസാം. അടുത്ത ക്വസ്റ്റ്യൻ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ഓപ്ഷൻ എ ജാതി ലക്ഷണം, ഓപ്ഷൻ ബി ജാതിക്കുമ്മി, ഓപ്ഷൻ സി ഈശ്വര വിചാരം, ഓപ്ഷൻ ഡി ജാതി മീമാംസ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? നമുക്ക് നോക്കാം ഏതാ ശരി ഉത്തരമെന്ന്. എല്ലാവർക്കും കിട്ടിയോ ആൻസർ? നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരം. ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ജാതിക്കുമ്മി. അടുത്ത ക്വസ്റ്റ്യൻ. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. സാധാരണ പരീക്ഷയ്ക്ക് എല്ലാം തന്നെ കാണുന്ന ഒരു ചോദ്യമാണ് അല്ലെ. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്. ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ സി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതാണ് ശരി ഉത്തരം? 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാ പരീക്ഷയ്ക്കും കാണാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഏത്? പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്. ഓപ്ഷൻ എ ഫാസിക്കിൾ, ഓപ്ഷൻ ബി മയോഫൈബ്രിൻ, ഓപ്ഷൻ സി സാർക്കോമിയർ, ഓപ്ഷൻ ഡി ആക്റ്റിൻ. ഏതാണ് ശരി ഉത്തരം? പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഏത്? ശരി ഉത്തരം ഏതാണ്? എല്ലാവരും കണ്ടുപിടിച്ചോ? നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരം എന്ന്. ഏതാണ്? സാർക്കോമിയർ ആണ് അല്ലെ. സാർക്കോമിയർ ആണ് പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. അടുത്ത ക്വസ്റ്റ്യൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഓപ്ഷൻ എ കോർട്ടിസോൾ, ഓപ്ഷൻ ബി തൈമോസിൻ, ഓപ്ഷൻ സി ഇൻസുലിൻ, ഓപ്ഷൻ ഡി വാസോപ്രസിൻ. ഏതാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇത് സാധാരണ പരീക്ഷയ്ക്കൊക്കെ കാണാറുണ്ട് അല്ലെ. ഏതാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ? തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഓപ്ഷൻ എ യൂറിയ, ഓപ്ഷൻ ബി അമോണിയ, ഓപ്ഷൻ സി ജലം, ഓപ്ഷൻ ഡി യൂറിക് ആസിഡ്. ഇതെല്ലാവർക്കും പെട്ടെന്ന് ആൻസർ കിട്ടും. വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഏതാണ് ശരി ഉത്തരം? യൂറിക് ആസിഡ് ആണ് അല്ലെ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ജോൺ റേ, ഓപ്ഷൻ ബി കാൾ ലിനിയസ്, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി തിയോഫ്രാറ്റസ്. ഏതാണ് ശരി ഉത്തരം? ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഇച്ചിരി പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പക്ഷെ എല്ലാവർക്കും ആൻസർ അറിയാമെന്ന് തോന്നുന്നു. ഏതാണ് ശരി ഉത്തരം? കാൾ ലിനേയസ്. കാൾ ലിനേയസ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കാൾ ലിനേയസ്. അടുത്ത ക്വസ്റ്റ്യൻ. മസ്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ്. മസ്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ്. ഓപ്ഷൻ എ ആസ്ട്രോസൈറ്റുകള്, ഓപ്ഷൻ ബി കഫർ സെല്ലുകള്, ഓപ്ഷൻ സി ഒളിഗോഡെൻഡ്രോസൈറ്റുകള്, ഓപ്ഷൻ ഡി ഷ്വാൻ സെല്ലുകള്. ഏതാണ് ശരി ഉത്തരം? ഇച്ചിരി പ്രയാസമുള്ള ഒരു ചോദ്യമാണ്. ഏതാണ് ശരി ഉത്തരം? ഒളിഗോഡെൻഡ്രോസൈറ്റുകള്. മസ്തിഷ്കത്തിലെയും സുഷ്മനയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത്?
എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ എ യഥാർത്ഥം തലതിരിഞ്ഞ്, ഓപ്ഷൻ ബി യഥാർത്ഥം നിവർന്നത്, ഓപ്ഷൻ സി മിഥ്യ നിവർന്നത്, ഓപ്ഷൻ ഡി മിഥ്യ തലതിരിഞ്ഞത്. ഏതാണ് ശരി ഉത്തരം? മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും ഒന്ന് ഓർത്തേ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്, സാധാരണ പരീക്ഷയ്ക്കെല്ലാം കാണുന്ന ചോദ്യമാണ്. എല്ലാവരും കണ്ടുപിടിച്ചോ? നമുക്ക് നോക്കാം ഏതാ ശരി ഉത്തരം എന്ന്. ഏതാണ്? യഥാർത്ഥം തലതിരിഞ്ഞത്. യഥാർത്ഥം തലതിരിഞ്ഞത്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ ആങ്സ്ട്രോം, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി വെബർ, ഓപ്ഷൻ ഡി ഫെർമി. ഏതാണ് ശരി ഉത്തരം? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ശരി ഉത്തരം ഏതാണ്? എല്ലാവരും കണ്ടുപിടിച്ചോ? നമുക്ക് നോക്കാം അല്ലേ. ഏതാണ്? ഫെർമി. ഫെർമി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം ഏത്? ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം ഏത്? ഓപ്ഷൻ എ ചാൾസ് നിയമം, ഓപ്ഷൻ ബി ആർക്കിമിഡീസ് തത്വം, ഓപ്ഷൻ ബി പാസ്കൽ നിയമം, ഓപ്ഷൻ ഡി ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഏതാണ് ശരി ഉത്തരം? പെട്ടെന്ന് കണ്ടുപിടിക്കണം കേട്ടോ, സമയമില്ല. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം. നമുക്ക് ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. ഏതാണ് ശരി ഉത്തരം? പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം ഏതാണ്? പാസ്കൽ നിയമം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് പ്രവർത്തനം, ഓപ്ഷൻ ബി ഫ്യൂഷൻ പ്രവർത്തനം, ഓപ്ഷൻ സി ഫിഷൻ പ്രവർത്തനം, ഓപ്ഷൻ ഡി ഡോപ്ലർ എഫക്റ്റ്. ഏതാണ് ശരി ഉത്തരം? എല്ലാവരും കണ്ടുപിടിച്ചോ? പെട്ടെന്ന് കണ്ടുപിടിക്കണേ. നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരം എന്ന്. ഏതാണ് ശരി ഉത്തരം? ഫ്യൂഷൻ പ്രവർത്തനമാണ് അല്ലെ. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? ഫ്യൂഷൻ പ്രവർത്തനം. അടുത്ത ക്വസ്റ്റ്യൻ. ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഹരിതഗ്രഹ വാതകങ്ങളില് പെടാത്ത വാതകം ഏത്? ഓപ്ഷൻ എ മീഥേൻ, ഓപ്ഷൻ ബി നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഏതാണ് ശരി ഉത്തരം? നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരം എന്ന്. എല്ലാവരും എഴുതിയോ? നമുക്ക് നോക്കാം അല്ലെ. ഏതാണ്? ഹൈഡ്രജൻ. ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്ത വാതകം ഏതാണ്? ഹൈഡ്രജൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു. ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.